ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴയ കാലങ്ങളിലൊക്കെ ചായക്കടയിൽ സ്റ്റാറായിരുന്നു. പഴയ കാലമല്ല കേട്ടോ, ഇപ്പോഴും സ്റ്റാറായിക്കൊണ്ടിരിക്കുന്ന തന്നെ പഴനിറവിൻ്റെ റെസിപ്പിയാണ്. മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് ഈ പഴനിറവ് എന്ന് പറയുമ്പോൾ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല RKGയുടെ നെയ്യ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് 5 നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള 5 നേന്ത്രപ്പഴത്തിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണ് കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. കിസ്മിസൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ ഒന്ന് ബബിൾസ് ആയിട്ട് ഇങ്ങനെ ബോൾസ് ആയിട്ട് വരുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് നെയ്യിലൊക്കെ കിടന്നിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കറക്റ്റ് മധുരമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഏലക്ക പൊടിച്ചതും കൂടെ ആകുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാം. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല ചിലരൊക്കെ. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതൊരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കില്ല, ആ രീതിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പശ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് അങ്ങ് കൂടിപ്പോവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് എന്താ പറയുക ടൈറ്റും ആവരുത്. ആ രീതിയിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെള്ളം ആദ്യം തന്നെ ചേർത്താൽ അതങ്ങ് ലൂസായി പോകും. ലൂസായി പോയാൽ നമ്മുടെ ഈ ഒരു പഴനിറവ് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം തിക്കാണ് ഇത് ഇരിക്കുന്നതെന്ന്. ഇത്രയും തിക്കിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ല, ഇത് പ്ലെയിൻ ആയിട്ടുള്ള മൈദ മാത്രമല്ലേ, അപ്പോൾ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കൂടി പോവരുത്, കുറച്ച് മതി. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം, സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പഴമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. 5 പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തൊലി കളയാതെ തന്നെ ഈ 2 അറ്റഭാഗത്ത് നിന്നും ഇതുപോലെ അങ്ങ് 3 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തിയുടെ തലഭാഗം അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താത്ത രീതിയിൽ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ എന്നാൽ 2 അറ്റഭാഗത്തേക്ക് കത്തി കൊണ്ടുപോവുകയും ചെയ്യരുത് കേട്ടോ. ഒരു ഏകദേശം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി മറ്റേ അറ്റഭാഗത്തേക്ക് എത്താത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ 3 ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. ഓക്കെ, 2 സൈഡ് അറ്റഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ നമുക്ക് ഇത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ 5 പഴവും ചെയ്തെടുത്ത ശേഷം തൊലിയൊന്നും കളയാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഫില്ലിംഗ് ഒന്ന് ആദ്യം ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ടാവുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് നിറക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ 3 ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ 5 പഴങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തൊലി കളയാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 അറ്റഭാഗത്തേക്ക് കീറി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അത് പൊട്ടിപ്പോകുന്നതൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ 5 ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ മെല്ലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് മെല്ലെ അങ്ങനെ തൊലി അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കത്തിയൊന്നും ആ ഭാഗത്തേക്കൊന്നും ആക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പൊട്ടിപ്പോരുന്ന പ്രശ്നവും ഇല്ല. ഇതുപോലെ മെല്ലെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഫില്ലിങ്ങൊക്കെ ഒന്നും കൂടെ ഒന്ന് അമർത്തി കൊടുക്കാം.
ഇതുപോലെ എല്ലാ പഴവും നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചെയ്ത ഒരു പഴം പോലും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഈ ഒരു നമ്മൾ നിറച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഇതങ്ങ് ആക്കി കൊടുക്കുക. ഈ ഒരു പശ ആക്കി കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ലൂസായി പോയാൽ നമ്മൾ ഒരു ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് തിരിക്കുമ്പോഴേക്ക് ഇതങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിത് ആക്കി കൊടുത്ത ഉടനെ തന്നെ ഓയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാക്കി ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും അങ്ങനെ 3 സൈഡും ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പഴം ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു ഭാഗം ആയുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 3 സൈഡും നമുക്കിതുപോലെ അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. കഴിക്കാത്തവർ ചുരുക്കമായിരിക്കുമല്ലേ പഴനിറവ് കഴിക്കാത്തവർ. അപ്പോൾ കഴിച്ചവർക്ക് അറിയാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എന്നുള്ളത്. പഴയ കാലത്തൊക്കെ എല്ലാവരും കഴിച്ചിരുന്ന പഴയ കാലം ഇപ്പോൾ ഇത് എല്ലാവരും മറന്നു പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രീതിയിൽ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FB പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.